തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDF അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. PRD ഇറക്കിയ ലഘുലേഖ CPM പ്രചാരണത്തിന് ഉപയോഗിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. UDFന്റെ പ്രചാരണം നേരിടാൻ LDFന് കഴിയുന്നില്ല. റിയാസ് മൗലവി വധക്കേസിൽ ആഭ്യന്തര വകുപ്പിന്റേത് കടുത്ത വീഴ്ചയെന്നും തിരുവഞ്ചൂർ മീഡിയ വണിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മീഡിയയോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെ കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ? ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ രൂപത്തിൽ നമ്മളുടെ എല്ലാ വിജയവും ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ കൂടി ശ്രീ KC വേണുഗോപാലിലൂടെ നമ്മൾ പിടിച്ചെടുത്ത് കേരളത്തിൽ സിക്സർ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2020 അതാണ് നമ്മുടെ ലക്ഷ്യം. സാറിൻ്റെ ജില്ലയായിട്ടുള്ള കോട്ടയത്ത് അവിടുത്തെ ഒരു ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂട് കേരളത്തിലെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ശക്തമായ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തുന്നത്. ആ പ്രചരണത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഇടതുപക്ഷ ശ്രമങ്ങൾ സത്യം പറഞ്ഞാൽ പണ്ടേ പോലെ ഫലിക്കുന്നുമില്ല. അവരിപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് സർക്കാരിൻ്റെ നോട്ടീസുമായിട്ട് ഇറങ്ങിയിരിക്കണം. ഞാൻ ചോദിച്ചു, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇവിടെ PRD ഇറക്കിയിട്ടുള്ള നോട്ടീസ് മാർക്സിസ്റ്റ് പാർട്ടി ആഫീസിൽ കൊടുത്ത് അത് സ്ക്വാഡ് പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുമോ? മുഖ്യമന്ത്രി വിതരണം ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി വിതരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു അടിക്കുറിപ്പ് കൂടി ഈ കൂടെ കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ചെലവിലാണ്, നമ്മുടെ ചെലവിലാണ്. അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഒരു സർക്കാരിന് എന്ത് ഒരു മഹത്വമാണ് പറയാൻ കഴിയുക? ഈ വടകരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പാലക്കാട് സീറ്റ് BJPക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് BJPക്ക് കൊടുക്കുന്നതിന് വേണ്ടി വടകരയിൽ BJPയും UDFും തമ്മിൽ ധാരണയുണ്ടെന്നൊക്കെ ഉള്ള ഒരു പ്രചരണം CPM നടത്തുന്നുണ്ട്. CPMൻ്റെ പ്രചരണം മാത്രം ഇവർ പ്രചരണത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. പാലക്കാട്ട് ആരെയാ ശ്രീ ഷാഫി തോൽപ്പിച്ചത്? ഈ ശ്രീധരനെ. ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ സമയത്ത് ഇവരാരെങ്കിലും ഞങ്ങളെ സഹായിച്ചോ? ഇല്ലല്ലോ. ഞാൻ വടകരയിൽ പോയിരുന്നു. TP ചന്ദ്രശേഖരൻ്റെ വധത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ജനങ്ങളുമായി ഞാൻ സംവദിച്ചു. അതെല്ലാം വോട്ടായി മാറും. ശ്രീ ഷാഫി പറമ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. പാലക്കാട് ഞങ്ങൾ ജയിക്കും. മറ്റൊരു കാര്യം, ഈ റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധിയൊക്കെ സാർ കണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷനോട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടെന്നുള്ളത് കോടതി പോലും പരാമർശിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പ്രോസിക്യൂട്ടർ നിന്നത് ആർക്കാ? പ്രതിക്ക് അനുകൂലമായിട്ടാണ്. ജനങ്ങളുടെ പൗരാവകാശമല്ലേ? ആ പൗരാവകാശം സ്ഥാപിച്ചു കൊടുക്കേണ്ടത് നിയമപരമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ല, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്. അവരത് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ഈ ഗവൺമെൻറ്റിൻ്റെ തിരിമറികളുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കുന്നത്. സർക്കാർ അപ്പീൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അവിടെ. അതിന് കണ്ണ് കെട്ടാൻ വേണ്ടി അപ്പീൽ പോകും. സിദ്ധാർത്ഥൻ്റെ കേസിനകത്ത് അവർ CBIക്ക് വിടുന്നു എന്ന് പറഞ്ഞതല്ലേ? എത്ര ദിവസം ആ മേശയുടെ ആ പേപ്പറിൻ്റെ മുകളിൽ തപസ്സിരുന്നു? സർക്കാരിൻ്റെ വീഴ്ചയെല്ലാം UDFനുള്ള വോട്ടായിരിക്കും. വോട്ട് ജനങ്ങളുടെ വകയാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ വീഴ്ചയുള്ളത് കൊണ്ട് ആ ഭാഗത്തോട്ട് ആളുകളുടെ കൈ ഉയരുകയില്ല. അത് സ്വാഭാവികമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ ഉണ്ടാവും. വളരെ നന്ദി സാർ. 20 സീറ്റും UDF തന്നെ നേടുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ S. സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.